നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് മോട്ടറോള ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ മോട്ടോ G22. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് 12,000 രൂപയിൽ താഴെയാണ്. 12,000 രൂപയിൽ താഴെ, 10,000 രൂപയിൽ താഴെയാണെങ്കിൽ അതിൽ നിന്നും മികച്ചത് എന്ന് തന്നെ പറയണം. എക്സാക്ട് പ്രൈസിങ് അറിയത്തില്ല. എന്ത് തന്നെയാലും ഇതൊരു 12,000 രൂപയിൽ താഴെ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നതെന്ന് ഏകദേശം ഉറപ്പാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ അങ്ങനെയാണെങ്കിൽ, അതായത് 12,000 രൂപയിൽ താഴെ വിൽക്കപ്പെടുന്ന ആൻഡ്രോയിഡ് 12 അതും പ്യുവർ ആൻഡ്രോയിഡിൽ വരുന്ന സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുമായിട്ടാണ് മോട്ടോ G22 വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് മോട്ടോ G22ൻ്റെ വിശേഷങ്ങളെന്ന് ഓരോന്നായി പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ മുകളിൽ ഇതുപോലെ മോട്ടോ G22 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഇതിൻ്റെ പ്രധാന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം അൺബോക്സ് ചെയ്യാം. മോട്ടറോളയുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലായാലും ബജറ്റ് ഫ്രണ്ട്ലി ആയാലും ബോക്സൊക്കെ കാണാൻ ഏതാണ്ട് ഐഡൻറ്റിക്കലാണ്. ഈ മോട്ടറോളയുടെ എല്ലാ ഫോണുകളിലെയും ബോക്സ് ഏകദേശം ഒരുപോലെ ഇരിക്കും. പക്ഷേ ആ ബോക്സിൻ്റെ ഒരു രീതി കാണുമ്പോൾ അറിയാം പ്രൈസിങ്. ഫ്ലാഗ്ഷിപ്പ് ആണെങ്കിൽ കുറച്ചൊരു പ്രീമിയം ബോക്സ്, സെയിം ബോക്സ് തന്നെ, പക്ഷേ കുറച്ചും കൂടി ഒരു വൃത്തിയുള്ള ബോക്സ് ആയിരിക്കും. പ്രൈസ് കുറഞ്ഞ ഫോണാണെങ്കിൽ മോട്ടറോളയെ സംബന്ധിച്ച് ബോക്സ് ഒരു ഇച്ചിരി പാലാകുലായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതേ ഇരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതുപോലെ മോട്ടറോള ഫോണുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫോൺ ബോക്സിനകത്ത് തന്നെ ഇതുപോലെ കേസ് ഇട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫോൺ ഇവിടെ ഇരിക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ബോക്സി ഡിസൈൻ ഇപ്പോൾ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോണിനകത്തേക്ക് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ബോക്സിനകത്ത് വേറെ ഉള്ളതെന്ന് പറയുന്നത് ഒരു സിം ഇജക്ടർ പിൻ ഇവിടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാർജിങ്ങിനായിട്ട് ഒരു USB Type-C ചാർജിങ് പോർട്ട് തന്നെയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. യെസ്, USB Type-C ചാർജിങ് പോർട്ട്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും മൈക്രോ USB ഒക്കെയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ നമ്മളൊരു 2-3 ഫോണുകൾക്ക് മുമ്പ് അൺബോക്സ് ചെയ്തൊരു ഫോണും പോലും മൈക്രോ USB ആയിരുന്നു. അതുപോലെ ചാർജർ 20 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ 20 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. ഇത്തരത്തിൽ മോട്ടറോള ഫോണുകളുടെ ചാർജറിനകത്ത് അതിൻ്റെ ഒരു ചാർജ് ഇത്രയും വലിയ രീതിയിൽ അതിൻ്റെ പവർ എത്ര എന്ന് എഴുതിയേക്കുന്നു. അപ്പോൾ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. സാധാരണ ഈ ഫോണിൻ്റെ ഒരു കാറ്റഗറി പ്രൈസിലേക്ക് വരുമ്പോൾ 15 വാട്ട് അല്ലെങ്കിൽ 18 വാട്ടിൻ്റെ ചാർജറാണ് നൽകാറുള്ളത്. എനിവേ ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. ഇതിനകത്തൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു കേസ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ കേസ് തന്നെ നല്ല ക്വാളിറ്റിയുള്ള കേസാണ്. അതുപോലെ ഫോണിന് ഒരു പ്രത്യേകത, ഒരു ബോക്സി ഡിസൈനാണ് ഇത്തവണ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള കേസ്. അപ്പോൾ ഈ ഫോണിൻ്റെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു പ്രൊട്ടക്ടർ അത് ഒഴിവാക്കുന്നു. ഇത്തവണ പ്രൊട്ടക്ടറിന് ഒരു അല്പം കട്ടി കുറഞ്ഞിട്ടുണ്ട് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. യെസ്, അടിപൊളി സൂപ്പർ ബാക്ക്, കാണാൻ അടിപൊളി ഡിസൈൻ. ഇവിടെ ഒരു സ്റ്റിക്കർ കൂടി ഒട്ടിച്ചിട്ടുണ്ട്. അതുകൂടി അങ്ങ് ഇളക്കട്ടെ. അക്രിലിക് ബാക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോഡിയുടെ ഒരു ഫീൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകുന്നുണ്ട്. കാണാൻ മനോഹരമായിട്ടുള്ള ഡിസൈൻ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും അടിപൊളി ഒരു സ്മാർട്ട് ഫോൺ അത് വേറെ ലെവൽ തന്നെയാണ്. ഇവിടെ മോട്ടറോളയുടെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയുടെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ നിരവധി സ്മാർട്ട് ഫോണുകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഇവിടെ ഈ ഒരു ലൈറ്റ് ഫ്ലെയർ കണ്ടില്ല, ഇങ്ങനെ തട്ടുന്നു. ഒരു എന്താ പറയുക, വലിയ ഒരു ലൈറ്റ് ഹൗസിൽ നിന്നൊക്കെ ലൈറ്റ് പോകുന്ന ആ ഒരു രീതി ഓർപ്പിക്കുന്ന തരത്തിൽ ലൈറ്റ് ഫ്ലെയർ ഉണ്ട്. അതുപോലെ ഇവിടെ മോട്ടറോളയുടെ ലോഗോ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവിടെ ഇതുപോലെ താഴെ, ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ മോട്ടറോള എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ബോക്സി ഡിസൈനാണ് ഇത്തവണ മോട്ടോ G22 എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. നമുക്ക് ഇത് ഇങ്ങനെ ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടാണ്. കാരണം ഈ ഒരു ഭാഗത്തിനൊരു അല്പം ചെറിയൊരു കർവ് ഉണ്ട്. എന്ന് തന്നെയാലും കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ബോക്സി ഡിസൈൻ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുണ്ട്. ഞാൻ ഡിസൈൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 100-ൽ 100 മാർക്ക് കൊടുക്കുന്നു. അടിപൊളി അതിമനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനുള്ളത്. ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ 8.4 മില്ലിമീറ്റർ മാത്രമാണ് തിക്നെസ്. ഒരുപാട് കുറവെന്നൊന്നും പറയാനില്ല. അതുപോലെ ഇതിൻ്റെ ഒരു വെയിറ്റ് വന്നിട്ട് 185 ഗ്രാമാണ്. കയ്യിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അടിപൊളി തന്നെയാണെന്ന് പറയാതെ വയ്യ. ഡിസൈൻ പാർട്ട്
ഓക്കെ. അതുപോലെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇത്തരത്തിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം. ഇവിടെ വശത്തേക്ക് വരുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് ഇത്തരത്തിലൊരു സിം ട്രേ നൽകിയിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ മൈക്രോഫോൺ, USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, വലതുവശത്തായിട്ട് ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും. ഈ പ്രൈസ് റേഞ്ചിൽ പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. മോട്ടറോളയുടെ തന്നെ പല ഈ ഒരു കാറ്റഗറി സ്മാർട്ട് ഫോണുകൾ പലപ്പോഴും ഈ കാണുന്ന മോട്ടറോളയുടെ ലോഗോ കുറച്ചുകൂടെ മുകളിലോട്ട് വെച്ച് അവിടെയാണ് സാധാരണ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു വലിയ കാര്യം. അപ്പോൾ ഇത്രയും സമയം ഈ സെക്കൻഡുകൾ അല്ലെങ്കിൽ ഈ മിനിറ്റുകൾ ഞാൻ കൈ വെച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി പറയാം. ഇത് നല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്, കണ്ടില്ലേ? നമ്മളുടെ വിരൽ അടയാളം നന്നായിട്ട് ഇതൊരു അക്രിലിക് ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ പതിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ കേസ് ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പോറലുകളൊക്കെ വീഴാതിരിക്കാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെയുള്ള കേസ് ഇട്ട് ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഇത് എൻ്റെ വലത്തെ കയ്യിലിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന Pixel 6 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ വന്ന നമ്മുടെ മോട്ടോ G22 ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്തെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണിൻ്റെയും നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് നമ്മൾ ഇത്തരത്തിലേക്ക് താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി വളരെ ഐഡൻറ്റിക്കലാണ്. അതായത് ഈ Pixel 6 Pro എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഗൂഗിളിൻ്റെ സ്വന്തം ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും പ്യുവർ ആൻഡ്രോയിഡ് 12ലാണ് ഈ ഒരു Pixel 6 Pro വർക്ക് ചെയ്യുന്നത്. അതുപോലെ ആ സെയിം നോട്ടിഫിക്കേഷൻ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് 12ൻ്റെ ആ ഒരു സെയിം പ്യുവർ ആൻഡ്രോയിഡ് 12 നമുക്ക് ഈ ഒരു മോട്ടോ G22 ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ നിരവധി സ്മാർട്ട് ഫോണുകൾ ആൻഡ്രോയിഡ് 12 വരുന്നത് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, മറ്റ് ചില ബ്രാൻഡുകൾ. പക്ഷേ അവിടെ എല്ലാം അതാത് ബ്രാൻഡുകളുടെ യൂസർ ഇൻ്റർഫേസ് ചേർത്ത് ആൻഡ്രോയിഡ് 12 ആണെന്ന് പോലും പറയത്തില്ല. പ്യുവർ ആൻഡ്രോയിഡ് 12 എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ, അത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് റേഞ്ചിൽ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ മാറ്റി നിർത്തുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. നോക്കി വളരെ സ്മൂത്താണ്. ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെയും വളരെ സ്മൂത്താണ്. അധികം ലാഗോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരൊറ്റ ആപ്ലിക്കേഷൻസ് പോലും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ മറ്റ് ചില ബ്രാൻഡിൻ്റെ ഫോണുകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസാണ് അതിൽ കുത്തി നിറച്ച് വരുന്നത്, അതാണ് അവരുടെ പ്രധാന വരുമാന മാർഗവും. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റേതായിട്ടുള്ള വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻസ്റ്റാൾ ആയി വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡ് എടുത്ത് പറഞ്ഞത് അത് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. മാത്രമല്ല 3 വർഷം വരെ ഇതിന് സെക്യൂരിറ്റി അപ്ഡേറ്റ് മോട്ടറോള നൽകുന്നുമുണ്ട്. അപ്പോൾ അതും ഒരു വലിയ കാര്യം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ എന്ന് പറയാതെ വയ്യ. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ ഡിസ്പ്ലേ അല്ല. പക്ഷേ അതൊന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക പോലുമില്ല. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് ഈ പ്രൈസ് റേഞ്ചിൽ 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇങ്ങനെ നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ IPS LCD വിത്ത് 90 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഈ പ്രൈസ് റേഞ്ചിൽ മറ്റ് സ്മാർട്ട് ഫോണുകളൊന്നും തന്നെ നൽകുന്നില്ല എന്നുള്ളതും ഈ ഒരു സ്മാർട്ട് ഫോണിനെ വ്യത്യസ്തമാകുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. 268 ppi ആണ് ഇതിൻ്റെ ഒരു പിക്സൽ പെർ ഇഞ്ച്. അതുപോലെ 500 nits ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും അതുകൊണ്ട് തന്നെ യാതൊരു വലിയൊരു പ്രശ്നങ്ങളൊന്നും വരികയില്ലെന്നും ആശ്വസിക്കാം. ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഫാസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇത് ഫിംഗർ പ്രിൻറ്റ് റീഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ സൈഡ് മൗണ്ടഡ് കൊടുത്തതും വലിയൊരു കാര്യം തന്നെയാണ് എടുത്ത് പറയട്ടെ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മീഡിയടെക്കിൻ്റെ ഹീലിയോ G37 എന്ന് പറയുന്ന ഒരു പുതിയ പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു G37 എന്ന് പറയുന്നത് ഒരു ഭയങ്കര പെർഫോമൻസ് ഉള്ളൊരു പ്രോസറൊന്നും അല്ല, ഒരു മീഡിയം പെർഫോമൻസ് മാത്രമേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ ഒരു ഒറ്റ വേരിയൻ്റാണ് 4GB RAM 64GB ആണ് ഇതിൻ്റെ ഒരു സിംഗിൾ വേരിയൻ്റ് ആയിട്ട് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പലർക്കും ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ PUBG ഒക്കെ കളിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. PUBG എന്നല്ലല്ലോ ഇപ്പോഴത്തെ പേര്, BGMI. അപ്പോൾ BGMI ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു ലോ സെറ്റിംഗ്സിൽ നമുക്ക് ഇതിനകത്ത് കളിക്കുന്നതിന് വലിയ വിഷയം ഉണ്ടാകില്ല. പിന്നെ കുറച്ചുകൂടി ഗ്രാഫിക്സ് ലെവൽ കുറഞ്ഞ ഗെയിമുകളുണ്ടല്ലോ, ഇപ്പോൾ ഉദാഹരണത്തിന് സബ്വേ സർഫേഴ്സ് അല്ലെ, ടെമ്പിൾ റൺ, അത്തരം ഗെയിമുകളൊക്കെ നല്ല രീതിയിലും കളിക്കാൻ പറ്റും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ ഇത്തരത്തിൽ 4 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് പല സ്മാർട്ട് ഫോണുകൾ, ഇതിൽ നിന്നും പ്രൈസുള്ള സ്മാർട്ട് ഫോണുകൾ പോലും പ്രൈസ് കുറയ്ക്കുന്നതിന് വേണ്ടി 3 ക്യാമറകളിലായിട്ടൊക്കെ ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇവിടെ 4 ക്യാമറ തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് പ്രൈമറി ക്യാമറ വന്നിട്ട് 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും യാതൊരു കുറവുമില്ല, ഡീസൻ്റ് ആണ് ഈ ഒരു പ്രൈമറി സെൻസർ എന്ന് പറയുന്നത്.
അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെക്കൻഡറി ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അവിടെയും യാതൊരുവിധ പിശുക്കലിനും മോട്ടറോള നിന്ന് കൊടുത്തിട്ടില്ല. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മൂന്നാമത്തെ ക്യാമറയായിട്ടും നാലാമത്തെ ക്യാമറയായിട്ടും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോയും 2 മെഗാ പിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് സെൻസറുമാണ് കൊടുത്തത്. അപ്പോൾ ഈ 2 ക്യാമറകൾ, അതായത് മാക്രോയും പോർട്രേറ്റും 2 മെഗാ പിക്സൽ വീതമേ ഉള്ളൂ. അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തു പറയാനില്ല. എന്നിരുന്നാലും 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറും ഈ പറഞ്ഞ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഡീസൻ്റ് ആയിട്ടുള്ളൊരു ജോബ് ഇതിനകത്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ ക്യാമറയിൽ നല്ലൊരു ഒപ്റ്റിമൈസേഷൻ സാധാരണ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ലഭിക്കാറുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിൽ കാണാനുമുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഫുൾ HD 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. 4K ഫ്രണ്ടിലും ബാക്കിലും നൽകിയിട്ടില്ല. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 4K പ്രതീക്ഷിക്കുന്നില്ല. ഈ പ്രൈസ് റേഞ്ചിൽ അങ്ങനെ ഒരു സ്മാർട്ട് ഫോണും അധികം 4K റെസൊല്യൂഷൻ വീഡിയോ വിഭാഗത്തിൽ നൽകാറില്ല. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല, ഫുൾ HD വീഡിയോ ആണ് ഇതിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം. അതുപോലെ നമുക്ക് ഇത്തരത്തിൽ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു ഫോണിനകത്ത് സെൻറ്റർ പഞ്ച് ഹോളായിട്ട് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. സാധാരണ പ്രൈസ് കുറയ്ക്കുന്നതിന് പല ഫോണുകളും 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നൽകുന്നത്. പക്ഷേ ഇവിടെയും ആ ഒരു കുറവൊന്നും വരുത്തിയിട്ടില്ല. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഒരു സെൻറ്റർ പഞ്ച് ഹോളിലാണ് ക്യാമറയെങ്കിലും അതിൻ്റെ ഒരു വലിപ്പം സാധാരണ നിന്നൊരു അല്പം കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. പക്ഷേ ഇവിടെ പഞ്ച് ഹോൾ ക്യാമറ നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ കാര്യം. അത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും. പ്രൈസ് കുറവുള്ള പല സ്മാർട്ട് ഫോണുകളിലും മൈക്രോ USB ചാർജിങ് കേബിളാണ് നൽകാറുള്ളത്. പക്ഷേ ഇവിടെ USB Type-C നൽകി. അതുപോലെ ഫ്രണ്ട് ക്യാമറ സാധാരണ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് വരാറുണ്ട്. പക്ഷേ ഇവിടെ പഞ്ച് ഹോൾ ക്യാമറ നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ പ്രൈസ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോണുകളിൽ നിന്നും ഒരു പടി മുന്നിൽ തന്നെയാണ് മോട്ടോ G22. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഈ പ്രൈസ് റേഞ്ചിൽ പലപ്പോഴും 18 വാട്ടിൻ്റെ അല്ലെങ്കിൽ 15 വാട്ടിൻ്റെ ചാർജറാണ് നൽകുന്നത്. 20 വാട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ 3 വ്യത്യസ്ത നിറങ്ങളിലാണ് ലഭ്യമാവുക. നമ്മൾ ഇന്നിവിടെ കണ്ടതുപോലെ കോസ്മിക് ബ്ലാക്ക് എന്ന കളർ, അതുപോലെ ഐസ്ബർഗ് ബ്ലൂ, മിൻറ്റ് ഗ്രീൻ, ഇങ്ങനെ 3 നിറങ്ങളാണ് ലഭ്യമാകുന്നത്. എന്ത് തന്നെയായാലും ഇതിൻ്റെ ഡിസൈൻ എന്നെ വല്ലാതെ ഞെട്ടിച്ചു. ഇത് വെറും വാക്ക് പറയുന്നതല്ല. ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ പോക്കറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെയും ഒരു പ്രീമിയം ലുക്കുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നൊരു 30,000 രൂപ റേഞ്ചിലുള്ളൊരു സ്മാർട്ട് ഫോണിൻ്റെ ലുക്കുണ്ട്. ഈ മോട്ടറോള തന്നെ അടുത്തിടെ പുറത്തിറക്കിയ മോട്ടോ G20 സീരീസിലെ ഫോണുകളുടെ ഒരു ഡിസൈൻ, അതിനൊരു ഈ പറഞ്ഞ 25-30 റേഞ്ചിലുള്ള ഫോണുകളായിരുന്നു. അതിൻ്റെ ഒരു ലുക്കും ആ ഒരു ഫീലും നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ കാര്യം. ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിനകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡ്, അതും ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 ലഭിക്കുന്നു എന്നുള്ളതാണ്. ബ്ലോട്ട് വൈസുകളൊന്നും ഇല്ല. 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. നമുക്കിനി ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്, ഇതിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന്. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെ ആകും. കാരണം ഇതിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ് വരാറുള്ളത്. നമുക്ക് എന്തായാലും നോക്കിയേക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. യെസ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. അപ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല. ഒരേ സമയം 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എന്ത് വേണം? എല്ലാ കാര്യവും അല്ലേ, ഒരു സാധാരണ ഒരു മൊബൈൽ ഉപഭോക്താവിനെ സംബന്ധിച്ച് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മുടെ പോക്കറ്റ് അധികം കാലിയാക്കാതെ ഒരു മികച്ച എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ സൈഡിൽ നൽകുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോൺ നമുക്ക് വാങ്ങാം. അതാണ് മോട്ടോ G22. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ് ആണ്. ആക്ച്വലി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് കൃത്യമായിട്ട് അറിവായിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു 12,000 രൂപയിൽ താഴെ മാത്രമായിരിക്കും വില. അത് ഒരു 10,000 രൂപയിൽ താഴെ ആയാൽ ഏറ്റവും മികച്ച 10,000 രൂപയിൽ താഴെയുള്ള ഫോണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വിലയെന്ന് പറയുന്നത് എങ്ങനെയായാലും ഒരു 11,000, ഓക്കെ 12-നും 10-നും ഇടയിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. എന്ത് തന്നെയായാലും ഇതിൻ്റെ പ്രൈസ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും. കാരണം ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ വീഡിയോ പുറത്തു വിടുന്നത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.